അച്ഛാ, ഈ വാർത്ത കണ്ടോ? അച്ഛൻ്റെ നാട്ടിലെ കുട്ടിയാണ്. MA ഇംഗ്ലീഷിന് ഫസ്റ്റ് റാങ്ക്. വീട്ടുപേരും കൊടുത്തിട്ടുണ്ട്. അച്ഛൻ ഇവരെ അറിയാമോ എന്ന് നോക്കിക്കേ. മകൾ ശ്രുതിലക്ഷ്മി അന്നത്തെ ദിനപത്രം അയാൾക്ക് നേരെ നീട്ടി. ശരിയാണ്, സ്വന്തം നാട്ടിലെ വിശേഷമാണ്. ആ വാർത്തയിലൂടെ പവിത്രൻ ഒന്ന് കണ്ണോടിച്ചു. ശ്രീമംഗലം ഗ്രാമത്തിൽ കൈതാരം വീട്ടിലെ സ്വാമിനാഥൻ്റെയും കൃഷ്ണതുളസിയുടെയും മകൾ കൃഷ്ണപ്രിയ. അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സുന്ദരി കുട്ടി. പക്ഷേ തൊട്ടടുത്ത് മകളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അമ്മയുടെ മുഖം ഒരു കഠാര പോലെ മനസ്സിൽ തറച്ചു കയറി. സംശയം തീർക്കാൻ വീണ്ടും വീണ്ടും അയാൾ ആ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി. അതെ, ഇത് അവൾ തന്നെ. പണ്ട് പറിച്ചെറിഞ്ഞാലും വിട്ടുപോകാതെ കൂടെ നടന്നവൾ. തൻ്റെ കൃഷ്ണതുളസി, തന്നെ ജീവനെപ്പോലെ സ്നേഹിച്ച തൻ്റെ തുളസി. ഒരല്പം തടിച്ചുവെന്നല്ലാതെ ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. മുഖത്തെ ആ ചിരിക്കിപ്പോഴും പഴയ ആ വശ്യതയുണ്ട്. പവിയേട്ടാ! അവൾ രക്തം പോലെ ചുവക്കുന്ന മൈലാഞ്ചി കാടുകൾക്കുള്ളിലിരുന്ന് നീട്ടി വിളിക്കുന്നത് പോലെ. എന്താ, അച്ഛനറിയാമോ ഇവരെ? അയാളുടെ മുഖം ശ്രദ്ധിച്ച ശ്രുതി തിരക്കി. അയാൾ യാന്ത്രികമായി തലയാട്ടി. അറിയാം, ആ കുട്ടിയുടെ അമ്മ കൃഷ്ണതുളസി അച്ഛൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്തുള്ളതാണ്. എത്ര നിസ്സാരമായിട്ടാണ് അത് പറഞ്ഞത്. കാലം അങ്ങനെയാണ്. ഒന്നിനെയും ഒരുപാട് നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ അനുവദിക്കില്ല. അത്യാഗ്രഹത്തോടെ തട്ടിപ്പറിച്ചെടുക്കും. ഓർമ്മകൾ ചിക്കി ചികഞ്ഞു തുടങ്ങിയതും പവിത്രൻ മെല്ലെ എഴുന്നേറ്റു. രാവിലെ ഓഫീസിൽ പോകണം. യമുന ചായയുമായി വരുന്നത് കണ്ടു. അതവിടെ വെച്ചേക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. ഇനി കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതാറി തണുക്കും. കൈയോടെ ഇതങ്ങ് കുടിച്ചിട്ട് പോകുന്നേ. ഇവളുടെ ഒരു കാര്യം എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ അത് നടക്കണം. ആ ഒരു വാശിയും സ്വഭാവവും കൊണ്ടാണല്ലോ ഇന്നവൾ തൻ്റെ ഭാര്യയായിരിക്കുന്നതും. ചായയും കൊണ്ട് മുഖം വീർപ്പിച്ച് തിരിഞ്ഞു നടന്ന അവളിൽ നിന്ന് ബലമായി ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു. ഇനി അതിൻ്റെ പേരിൽ ഒരു പിണക്കം വേണ്ട. അയ്യോ, അത് ചൂട് ചായയാ, നിങ്ങളുടെ വായി പൊള്ളിപ്പോകും മനുഷ്യ. അതിലും വലിയ പൊള്ളലിലാണ് താൻ നിൽക്കുന്നതെന്ന് അവൾ അറിയുന്നില്ലല്ലോ. ഓഫീസിൽ പോകാൻ റെഡിയാകുമ്പോൾ വീണ്ടും മകൾ അടുത്തു വന്നു. അവൾ അങ്ങനെയാണ്. എന്ത് കാര്യവും തന്നോട് ഷെയർ ചെയ്യുന്നതാണ് അവൾക്കിഷ്ടം. അതിന് ലേശം കുശുമ്പ് യമുനയ്ക്കില്ലാതെയില്ല. പിന്നെ അച്ഛാ, ഇനി നാട്ടിൽ പോകുമ്പോൾ ആ കുട്ടിയുടെ വീട്ടിലും എന്നെ ഒന്ന് കൊണ്ടുപോകണേ. എനിക്ക് ആ ചേച്ചിയെ ഒന്ന് കാണണം. എന്നിട്ട് കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കണം. ഓ പിന്നെ, ഈ ലോകത്ത് ഇതുവരെ ആരും ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടില്ലല്ലോ. യമുന പിറുപിറുത്തു. മകൾ ശ്രുതി 10th പഠിക്കുന്നത്. അവൾക്ക് നന്നായി പഠിക്കുന്ന എല്ലാവരോടും വലിയ ആരാധനയാണ്. അവളും പഠിക്കാൻ മോശമൊന്നുമല്ല. സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ പ്രിയ സ്റ്റുഡൻറ്റുമാണ്. പക്ഷെ അവളിപ്പോൾ ആവശ്യപ്പെട്ട കാര്യം സാധിച്ചു കൊടുക്കാൻ തനിക്ക് കഴിയൂ? എത്ര വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു തമ്മിൽ കണ്ടിട്ട്. തന്നെക്കാൾ 2 വയസ്സിന് ഇളയതാണ് തുളസി. അവൾ കുട്ടിക്കാലത്ത് മിക്കപ്പോഴും തൻ്റെ വീട്ടിലായിരുന്നു. അമ്മ ആ ഗ്രാമത്തിലെ കൊച്ചു കുട്ടികൾക്കെല്ലാം ട്യൂഷൻ എടുത്തിരുന്നു. അവളും അമ്മയുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞാലും തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് ഒരു സമയത്താണ്. തൻ്റെ ഇളയ അനിയത്തി പ്രഭയും അവളും ഒരേ പ്രായമാണ്. പോരെങ്കിൽ 2 പഠിക്കുന്നതും ഒരേ ക്ലാസ്സിലും. രണ്ടും കൂടി ഓരോന്ന് സാധിച്ചെടുക്കാൻ തന്നെയാണ് കൂട്ടിനെ വിളിക്കുന്നത്. അവരുടെ രക്ഷകനായിരുന്നുവല്ലോ താനെന്ന്. 2 പീക്കിരി പെമ്പിള്ളേരുടെ ഇടയിൽ ഒരു ഹീറോ ആയിട്ട് വിലസി നടന്ന നാളുകൾ. ആ ഓർമ്മയിൽ അയാളുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. വിഷുവിന് അമ്പലപ്പറമ്പിലെ കൊന്നപ്പൂക്കൾ അടർത്തി കൊടുക്കാനും ചാമ്പയ്ക്കയും പേരയ്ക്കയും മാങ്ങയും എന്ന് വേണ്ട നാട്ടിലെ സകല പുളിയും മധുരവും നുണയാൻ പവിയേട്ടാ എന്നൊരു നീണ്ട വിളി മാത്രം മതി. ഏതു മരക്കൊമ്പിലും ഒരു കുരങ്ങനെ പോലെ വലിഞ്ഞു കയറാൻ എന്തൊരു ഉത്സാഹമായിരുന്നു. തോട്ടുവക്കിൽ മീൻ പിടിക്കാൻ ചൂണ്ടക്കോലുമായി നിൽക്കുന്ന തൻ്റെ അടുത്ത് ചൂണ്ടക്കുളത്തിൽ കുരുങ്ങുന്ന ഒരു മീനിനു വേണ്ടി എത്ര നേരം വേണമെങ്കിലും കാത്തു നിന്നോളും തുളസി. ട്യൂഷന് അമ്മ കൊടുക്കുന്ന കണക്കിൻ്റെ ഹോംവർക്കൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നതിന് സമ്മാനമായി അവൾ തനിക്ക് കൊണ്ടുതരുന്ന കഥപുസ്തകങ്ങൾക്കും ചോക്ലേറ്റുകൾക്കും കണക്കില്ലായിരുന്നു. പിന്നീട് കുറേ ദിവസങ്ങൾ തുളസി വീട്ടിൽ ട്യൂഷന് വരാതെയായി. പ്രഭയോട് ചോദിച്ചിട്ട് അവളൊന്നും വിട്ടു പറയുന്നില്ല. ഒരു ദിവസം അമ്മയും പ്രഭയും തുളസിയുടെ വീട്ടിൽ നിറയെ മധുര പലഹാരങ്ങളുമായി പോകുന്നത് കണ്ടു. ഇവൾക്ക് ഇങ്ങോട്ട് വന്നാലെന്താ? അവിടെ ഇതെല്ലാം കൊണ്ടു കൊടുക്കാൻ എന്താ? അവളുടെ കല്യാണമോ മറ്റോ ആണോ? ലേശം ഈർഷ്യ തോന്നാതിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞതും വീണ്ടും തുളസി ട്യൂഷന് വരാൻ തുടങ്ങി. അവൾ പഴയതിലും ഒന്നും ഇനിങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി സുന്ദരിയായിരിക്കുന്നു. തന്നെ കണ്ടപ്പോൾ ഒരു പരുങ്ങൽ. തുളസി, ആ സേതുവേട്ടൻ്റെ കടയുടെ പിന്നിൽ ഒരുപാട് കദളിപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. എന്ത് രസമാണെന്നോ കാണാൻ. നീയും പ്രഭയും വൈകുന്നേരം വരാമെങ്കിൽ ഞാൻ പറിച്ചു തരാം. പിന്നെ സ്കൂളിൻ്റെ അടുത്തുള്ള മനോഹരം മാഷിൻ്റെ വീട്ടിൽ നിറയെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്. നിനക്ക് വേണോ?
അവളൊന്നും പറയാതെ മുഖം കുനിച്ചു പിടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി മറഞ്ഞു. ഈ പെണ്ണിനിത് എന്തു പറ്റി? മുമ്പ് കദളിപ്പൂവ് കണ്ടാൽ പിച്ചു കൊടുക്കാൻ എന്തൊരു കൊഞ്ചലാണ്. അവൾക്കതിൻ്റെ വയലറ്റ് നിറം വലിയ ഇഷ്ടമാണ്. അകത്തേക്കൊന്ന് ഒളിഞ്ഞു നോക്കി. അമ്മയുടെ മുന്നിൽ അനുസരണയുള്ള കുട്ടിയായി എഴുതുന്നു. പിന്തിരിയാൻ ഭാവിച്ചതും അമ്മയുടെ ശബ്ദം കേട്ടു. തുളസി പഴയതുപോലെ പവിയുടെ ഒപ്പം കാട്ടിലും പറമ്പിലും ഒന്നും അലഞ്ഞു നടക്കരുത് കേട്ടോ. നീ ഇപ്പോൾ വലിയ പെണ്ണാണ്. കേട്ടപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. വലിയ പെണ്ണോ? ഈ അമ്മയ്ക്ക് എന്താ വട്ട് പിടിച്ചോ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഞരന്ത് പെണ്ണാണ് പെട്ടെന്നങ്ങ് വലിയതായത്. എന്തായാലും അതോടെ താനാണ് ഒറ്റപ്പെട്ടത്. പെണ്ണുങ്ങൾ രണ്ടും വലിയതായി പോയില്ലേ? 10ാം ക്ലാസ്സിലായിരുന്നു താനന്ന്. ഒരുപാട് പഠിക്കാനുണ്ട്. ഇനി പെൺപിള്ളേരെയും കൊണ്ട് എങ്ങോട്ടേയും കറങ്ങാൻ പോയേക്കരുത്. മര്യാദയ്ക്ക് വീട്ടിലിരുന്ന് പഠിച്ചോണം എന്നാണ് വീട്ടിൽ നിന്ന് കിട്ടിയ അന്ത്യശാസനം. തുളസി അപ്പോഴും വീട്ടിൽ വരുന്നുണ്ടായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞാൽ അവൾ പ്രഭയുടെ ഒപ്പം ഇരുന്ന് പിന്നെ ഈ നോട്ട്സൊക്കെ എഴുതിയെടുക്കുന്നത് കാണാം. തന്നെ ഒരു മൈൻഡും ഇല്ല. ഹൃദയത്തിൽ എവിടെയോ ഒരു വേദന തോന്നി. അത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായത് ആ സംഭവത്തോടെയായിരുന്നു. ഒരു വ്യാഴാഴ്ച, അന്ന് തൻ്റെ പിറന്നാളാണ്. അമ്മയോടൊപ്പം രാവിലെ കാവിൽ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. സ്കൂളിൽ എല്ലാ കൂട്ടുകാർക്കും മിഠായി കൊടുത്തു. കൂട്ടത്തിൽ തുളസിക്കും. അത് വാങ്ങിയിട്ട് അവളൊന്ന് ചിരിച്ചു. ആ ചിരിക്ക് എന്തൊരു ഭംഗിയാണെന്ന് അന്നാണ് ആദ്യമായി തോന്നിയത്. അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ നീണ്ട മുടിയിൽ ഒരു തുളസിക്കതിര്. മനസ്സിലെന്തൊക്കെയോ ചലനങ്ങൾ. വീണ്ടും അവളെ കാണണമെന്ന് തോന്നി. വൈകുന്നേരം ട്യൂഷന് വന്നപ്പോൾ അവളുടെ കയ്യിൽ ചെറിയൊരു പൊതിയുണ്ടായിരുന്നു. അത് നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിരുന്നു. അതിൻ്റെ പുറത്ത് പിറന്നാൾ ആശംസകളെന്ന് ഭംഗിയായി എഴുതിയിരിക്കുന്നു. അമ്മ കാണാതെയാണ് അവളത് തനിക്ക് സമ്മാനിച്ചത്. അവൾക്ക് നേരെ ഒരു ചിരിയെറിഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിപ്പോയി. വാതിൽ ചേർത്തടച്ചു. പതിയെ ആ വർണ്ണപ്പൊതി അഴിച്ചു. ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ട്. എന്തായിരിക്കും? പൊതി തുറന്നതും ഞെട്ടിപ്പോയി. ബഷീറിൻ്റെ ഒരു പുസ്തകവും ഒപ്പം തിളങ്ങുന്ന ഒരു പേനയും. പുസ്തകം വെറുതെ മറിച്ചു. അകത്തെ താളിൽ വടിവൊത്ത അക്ഷരത്തിൽ എൻ്റെ പവിയേട്ടന്. ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. അവളുടെ ചിരിക്കുന്ന മുഖം മനസ്സിൽ തെളിഞ്ഞു. എൻ്റെ പവിയേട്ടൻ. ആ വാക്കുകൾ ഒരു പെരുമ്പറ പോലെ മുഴങ്ങുന്നു. അവൾക്ക് തന്നോടുള്ള ഇഷ്ടം മുഴുവനും അതിലുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നാൾ കൂടെ നടന്നിട്ടും അങ്ങനെ ഒരു ചിന്ത പോലും തൻ്റെ മനസ്സിലുണ്ടായില്ലല്ലോ എന്നോർത്ത് നിരാശ തോന്നി. പഴയ പോലെ തന്നോട് കൂട്ടുകൂടാൻ വരാത്തതിൽ അവളോട് ലേശം നീരസം ഉണ്ടായിരുന്നു എന്നതായിരുന്നു സത്യം. അതുകൊണ്ട് തന്നെ കുറേ നാളായിട്ട് തുളസിയെ താൻ ശ്രദ്ധിക്കാറേയില്ല. അന്ന് ട്യൂഷൻ കഴിയാനായി കാത്തിരുന്നു. അവൾ പോകുമ്പോൾ മുറ്റത്ത് വെറുതെ എന്തോ തിരയുന്നത് പോലെ നിന്നു. അവൾ ചെരുപ്പ് ധരിച്ച ശേഷം പോകാനായി തിരിഞ്ഞു നിന്നു. എന്നിട്ട് നേർത്ത സ്വരത്തിൽ ചോദിച്ചു, സമ്മാനം ഇഷ്ടമായോ? ഒരുപാട്. താനും മറുപടി കൊടുത്തു. പിന്നീട് എത്ര കത്തുകൾ അവൾക്ക് സമ്മാനിച്ചിരിക്കുന്നു. അവൾ പ്രഭ വഴിയാണ് തനിക്ക് അതിനുള്ള മറുപടികൾ തന്നത്. അമ്പലമുറ്റത്തും കുളക്കരയിലും സ്കൂളിലേക്ക് പോകുന്ന വഴികളിലുമെല്ലാം വെച്ച് തമ്മിൽ കണ്ടു. ഇഷ്ടം കൂടിക്കൂടി വന്നു. അവൾക്ക് തന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ വയ്യെന്നെഴുതിയ കത്ത് വായിച്ചപ്പോൾ തുള്ളിച്ചാടാൻ തോന്നി. ഈ പ്രേമത്തിന് എന്തൊരു ശക്തിയാണ്! ഈ ലോകത്തുള്ള സകലതിനോടും പ്രേമം തോന്നുന്നു. ചുറ്റിനും കാണുന്ന എല്ലാത്തിനും എന്തൊരു ഭംഗിയാണ്! അതിലെല്ലാം തൻ്റെ തുളസിയുടെ മുഖമാണ്. പ്രേമം കൊടുമ്പിരി കൊണ്ട നാളുകളിൽ എപ്പോഴോ ആണ് അമ്മയ്ക്ക് മകൻ്റെ ഉഴപ്പ് കണ്ട് പുസ്തകമെല്ലാം ഒന്ന് പരിശോധിക്കാൻ തോന്നിയത്. ഇവൻ ഇങ്ങനെ അല്ലായിരുന്നുവല്ലോ. നന്നായി പഠിച്ചിരുന്ന മകന് പരീക്ഷകളിൽ മാർക്കും നന്നായി കുറഞ്ഞു. അവനെ ഇനി മുതൽ ഒന്ന് ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് ചൂട് കയറി. പുസ്തകത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു മയിൽപ്പീലി തുണ്ടാണ് ആദ്യം ഊർന്നു വീണത്. പിന്നാലെ മടക്കി വെച്ച ഒരു പേപ്പറും. അമ്മ താഴെ വീണ അവൻ്റെ വിലപ്പെട്ട 2 നിധികളും കുനിഞ്ഞെടുത്തു സംശയത്തോടെ. മയിൽപ്പീലി സൂക്ഷിക്കാൻ ഇവനെന്താ പെൺകുട്ടിയാണോ? അവർ മടക്കി വെച്ച പേപ്പർ തുറന്നു. അതിലെ വരികൾ അവരുടെ കണ്ണിനെ എരിയിപ്പിച്ചു. ഹൃദയം വല്ലാതെ മിടിച്ചു. ആകെ ഒരു ഉഷ്ണം. പിന്നെ നീട്ടിയൊരു വിളിയായിരുന്നു, പവീ! ചോദ്യവും പറച്ചിലും അടക്കി പിടിച്ചായിരുന്നു. അച്ഛനും അമ്മയും ഒരു കുറ്റവാളിയെപ്പോലെ അവനെ വിമർശിച്ചു കൊണ്ടിരുന്നപ്പോഴും പ്രഭ മുറിക്കുള്ളിൽ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. താനാണ് എല്ലാത്തിനും കൂട്ടുനിന്നതെന്നറിഞ്ഞാൽ അമ്മ തൻ്റെ ചെവി പിടിച്ച് പൊന്നാക്കും. അവൾ കാവിലെ ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥനയോടെ നിന്നു. ഭാഗ്യത്തിന് ഏട്ടൻ അവളുടെ പങ്കിനെക്കുറിച്ച് പറഞ്ഞില്ല. പിന്നീട് ഇന്നത്തെ CCTVയേക്കാൾ കടുത്ത നിരീക്ഷണത്തിലായിരുന്നു താൻ. തുളസിയുടെ വീട്ടിലും അമ്മ കാര്യം പറഞ്ഞിരുന്നു. പാവം തുളസി. അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇനി നീ പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. പുസ്തകമെല്ലാം വലിച്ചെറിഞ്ഞു. കുറേ ദിവസം അവൾക്കൊപ്പം അച്ഛനാണ് സ്കൂളിൽ കൂട്ടുവന്നത്. വൈകുന്നേരം സ്കൂൾ വിട്ടാലുടനെ അവളുടെ അച്ഛൻ സ്കൂട്ടറുമായി വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അതോടെ പ്രഭയും ഒറ്റപ്പെട്ടു. തുളസിയുടെ ട്യൂഷൻ പഠിപ്പും
അതോടെ അവസാനിച്ചു. പിന്നെ 1 മാസം കഴിഞ്ഞ് പ്രഭയാണ് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നയുടനെ തന്നോട് ആ രഹസ്യം പറഞ്ഞത്. തുളസിയുടെ അച്ഛൻ മറ്റൊരു സ്ഥലത്ത് ട്രാൻസ്ഫർ വാങ്ങിച്ചെന്നും അവരെല്ലാം നാളെ തന്നെ ഇവിടം വിട്ടു പോകുന്നെന്നും. അതൊരു വല്ലാത്ത ഷോക്കായിരുന്നു. സ്നേഹിക്കുന്നത് ഇത്രയും വലിയൊരു തെറ്റാണെന്ന് അന്നാണ് ബോധ്യമായത്. ആരോടും ഇനിമേൽ തനിക്ക് ഇത്തരത്തിൽ ഒരടുപ്പം ഉണ്ടാകരുത് എന്നും പ്രതിജ്ഞയെടുത്തു. തുളസി മാത്രം മതിയെന്നും. തൻ്റെ ഹൃദയത്തിൽ അവൾ പോകുന്നത് ഒരു നോക്ക് കാണാൻ വല്ലാണ്ട് മോഹമുണ്ട്. പ്രഭയ്ക്ക് തൻ്റെ അവസ്ഥ അറിയാം. പക്ഷേ അമ്മ കരുതി കൂട്ടിയായിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. പോകുമ്പോൾ അവളെ ഒരു നോക്ക് കാണാൻ വല്ലാണ്ട് പരിശ്രമിച്ചു. അവൾ വീട്ടിനുള്ളിൽ നിന്ന് തന്നെ കാണുന്നുണ്ടാവൂ എന്നുള്ള ചിന്ത മാത്രമാണ് ആശ്വാസം തന്നത്. പിന്നീട് ഒരിക്കലും അവളെ കാണാനോ വിവരങ്ങൾ അറിയാനോ ഇടവന്നില്ല. അന്ന് വെറും 15 വയസ്സുള്ള ഒരാൺകുട്ടി വിചാരിച്ചാൽ എന്ത് നടക്കാനാണ്. പിന്നെ കാലം അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു മഷിത്തണ്ട് കൊണ്ട് മായ്ച്ചു കളയും പോലെ മനസ്സിൽ നിന്ന് തുടച്ചു കളഞ്ഞു. ഇന്നിപ്പോഴാണ് ഒരു പത്രത്താളിലൂടെ അവളുടെ മകളോടൊപ്പം തുളസി വീണ്ടും ഓർമ്മകളിലേക്ക് മടങ്ങി വന്നത്. ആ നാടിൻ്റെ ഓർമ്മകളിൽ തുളസിയില്ലാത്ത ഒരു ജീവിതം ഉണ്ടായിരുന്നില്ല. തുളസി അവിടെ വിട്ട് വർഷങ്ങൾക്ക് മുമ്പേ പോയിട്ടും വീണ്ടും അവിടെ തന്നെ ഇപ്പോഴും താമസിക്കുന്നു, പഴയ അതേ തറവാട്ട് വീട്ടിൽ. എന്നിട്ടും താൻ അവളെ മറന്നു കളഞ്ഞല്ലോ. വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. പവിയേട്ടൻ അവിടെ എന്തെടുക്കുക? ഇന്ന് ഓഫീസിൽ പോകേണ്ടതല്ലേ? ഇതുവരെ റെഡിയായില്ലേ? കുളിയും കഴിഞ്ഞു വന്നിട്ടും ധരിക്കാനെടുത്ത ഷർട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതുവരെ താൻ തൻ്റെ നാട്ടിൻപുറത്തായിരുന്നു. അയാൾ ജാള്യതയോടെ തിരക്കിട്ടൊരുങ്ങാൻ തുടങ്ങി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.